ഫിഷ് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന റെസിപ്പിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യണം തോന്നുകയാണെങ്കിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിഷിൻ്റെ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകമില്ലേ അപ്പോൾ അതിൻ്റെ പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം വിനാഗിരി, പിന്നെ കുറച്ച് വെള്ളം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരയുന്ന രീതിയിലൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആവോലിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കരിമീനോ അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു മീനൊക്കെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവോലി 4 എണ്ണം എടുത്ത് ക്ലീൻ ചെയ്ത് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട ഒരു മസാല മാത്രം ആ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളം എടുത്തു. അതിലേക്ക് കുറച്ച് മാത്രം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ആ ഒരു വരയിട്ട ആ ഭാഗത്തും തലയുടെ ഉള്ളിലും എല്ലാ ഭാഗത്തേക്കും ആ ഒരു 4 മീനിലും നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കാം കേട്ടോ, ഓയിലൊന്നും ഉപയോഗിക്കാതെ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം 2 മീൻ ഇട്ട് കൊടുത്തു. അത്യാവശ്യം വലിയൊരു ആവോലി തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻ ഒരുമിച്ചിടാൻ പറ്റുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ കുറച്ച് സമയം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയിൽ അങ്ങ് ഫ്രൈ ചെയ്യില്ല, 2 സൈഡും അങ്ങനെ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 80% നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് 2 സൈഡും ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 മീൻ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ അധികം എണ്ണ ഇല്ല കേട്ടോ. അപ്പോൾ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ പാന് മാറ്റുന്നുണ്ട്, കാരണം കുറച്ച് വലിയൊരു പാൻ നോക്കി എടുത്തു കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, കാരണം കുറച്ച് നമ്മൾ ആ ഒരു അരപ്പിൽ ചേർത്തുകൊണ്ട് കുറച്ച് മാത്രം മതി. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഒന്ന് എണ്ണയിൽ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആ ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് ഒന്നിങ്ങനെ വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കുറച്ചധികം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും അതുപോലെ തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഉടയുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്നിങ്ങനെ സ്മാഷ് ചെയ്തിട്ട് ഒന്നിങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1/2 കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ആ ഒരു കളറൊക്കെ ഇപ്പോൾ നല്ലൊരു യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ തിളച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ 4 മീൻ കറക്റ്റ് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീനിൻ്റെ തലഭാഗം മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 4 മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്നിങ്ങനെ കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഗ്രേവിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു എല്ലാം കൂടെ ഇങ്ങനെ മസാലയൊക്കെ ഒന്നിങ്ങനെ തിളച്ചിങ്ങനെ തേങ്ങാപ്പാലല്ലേ ഇങ്ങനെ വെന്ത് കുറുകി നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിനി മീൻ മറിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ സൈഡ്സിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്ത് അതിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ അടി പിടിക്കാതെ നോക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി ആ ഒരു മീനിലേക്ക് ഇങ്ങനെ പെരണ്ട് കിടക്കുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റിച്ചിട്ട് ഡ്രൈ ആക്കുകയോ ചെയ്യരുത്, അധികം വെള്ളത്തിലും ആക്കരുത്. അതുപോലെ ഇതുപോലെ ആ ഒരു മീനിൻ്റെ മേലെ ഇങ്ങനെ പെരണ്ട് കിടക്കാൻ വേണ്ടി മാത്രമായിട്ട് ആ ഒരു 4 മീനിലേക്ക് പെരണ്ട് കിടക്കാനുള്ള മസാലയുടെ ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഏത് ടൈപ്പ് മീൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഈ ഒരു മസാലയ്ക്കാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.